അപ്പം കൃത്യമായിട്ടും അവരവര് ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇവിടുത്തെ സിസ്റ്റത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ ഇപ്പം സ്വന്തം നാടും വീടും കുട്ടികളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് അവർ കാണാമറയത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെ വിലയിരുത്തും എന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആരാണ് അവർക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതും ആരാണ് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനനുകൂലമായിട്ടുള്ളൊരു വിധി അവരെ എഴുതുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ തന്ന മറുപടി അതാണ്. കോഴിക്കോട് ജില്ലയിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് സർവകക്ഷി യോഗം വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വലിയൊരു വിരോധാഭാസമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. കാരണം 6 വർഷത്തോളമായിട്ട് ഇതിന്റെ ഇരകൾ നടത്തുന്ന സമരം, ആ സമരസമിതിയുടെ പ്രതിനിധികളില്ല, ആ പ്രദേശത്തുള്ള മറ്റു മേഖലയിലുള്ള ആളുകളില്ല, അവിടെയുള്ള ജനപ്രതിനിധികളില്ല. അപ്പം തീർച്ചയായിട്ടും ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിലേക്ക് പോകാനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഞങ്ങളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും അധികാരികളെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായതാണ് ഫ്രഷ്കട്ടിനെ അവിടെ നിലനിർത്തുക, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുണ്ടായത്. ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു സ്ട്രക്ചർ കൂടെ കാണുന്ന നിലയിൽ നമ്മൾ അങ്ങനെ തന്നെ സംശയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ജില്ലാ നേതാക്കളെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സമരസമിതി നമ്മൾ ഇന്നലെ ADM-നെ ബന്ധപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് അവിടെയുള്ള ജനപ്രതിനിധികളോ സമരസമിതിയെ പ്രതിനിധീകരിച്ചുള്ള ആളുകളെ ഒന്നും പങ്കെടുപ്പിക്കാതെ ഇങ്ങനൊരു സർവകക്ഷി യോഗം വിളിക്കുന്നതിലുള്ള പ്രതിഷേധവും നമ്മളുടെ വിയോജനവും നമ്മൾ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ഈ വിഷയം ഉണ്ടായതും അതിന് അനുബന്ധിച്ചുണ്ടായ ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ഈ സമരത്തിന്റെയും ഈ വിഷയത്തിന്റെയും കൂടെ ആദ്യം മുതൽ നിന്ന ആൾ എന്നുള്ള നിലയിൽ വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഈ ഇരകൾക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും നമുക്കറിയാം ഏകദേശം ഒരു 4000-ഓളം കുടുംബങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടു അവിടെ സ്കൂളുകളിൽ കുട്ടികൾ ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ചൊക്കെ. അപ്പം കൃത്യമായിട്ടും അവരവര് ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇവിടുത്തെ സിസ്റ്റത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ ഇപ്പം സ്വന്തം നാടും വീടും കുട്ടികളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് അവർ കാണാമറയത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെ വിലയിരുത്തും എന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആരാണ് അവർക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതും ആരാണ് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനനുകൂലമായിട്ടുള്ളൊരു വിധി അവരെ എഴുതുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ വിഷയത്തിൽ ഒന്നാം പ്രതിയായിട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് നമ്മുടെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള ടി മഹ്റൂഫിനെതിരെയാണ്. അതിനുശേഷം അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ തന്നെ പലതരത്തിലുള്ള പ്രസ്താവനകൾ, അതിലുള്ള ഒരു വിരോധാഭാസവും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇരകളുടെ കൂടെ നിൽക്കുകയും വേട്ടക്കാരുടെ കൂടെ ഓടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനസ്സിലായതാണ്. ഫ്രഷ് കട്ട് നിലനിൽക്കുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലാണെങ്കിലും ഫ്രഷ് കട്ടിന്റെ വിഷയങ്ങൾ കട്ടിപ്പാറ പഞ്ചായത്തിൽ അത്രത്തോളം അനുഭവപ്പെടുന്നില്ല. ഓമശ്ശേരി, താമശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്തുകളിലാണ് ഇതിന്റെ ഇരകൾ ഏറ്റവും കൂടുതലുള്ളത്. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ ഒരറ്റത്താണ് യഥാർത്ഥത്തിൽ അമ്പായത്തോട് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഒരു ബോർഡറാണ്. അവിടെയാണ് സ്ഥാപനം നിലനിൽക്കുന്നത്. പ്രശ്നം ബാധിത പ്രദേശങ്ങൾ ഈ പറഞ്ഞ കോടഞ്ചേരി, താമരശ്ശേരി, ഓമശ്ശേരി പഞ്ചായത്തുകളിലാണ്.
ഏകദേശം ഒരു 4000-ഓളം കുടുംബങ്ങൾ എന്ന് പറയുമ്പം വലിയൊരു ഏരിയ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും. ജില്ലാ പഞ്ചായത്തിൽ പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 19 UDF ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതനുബന്ധിച്ചൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സബ് കമ്മിറ്റി ആ സ്ഥലം സന്ദർശിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സമയം വരെ ആ സബ് കമ്മിറ്റിക്ക് പ്രത്യേക നടപടികൾ എടുക്കാനോ ഈ പറഞ്ഞ സൈറ്റ് വിസിറ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ട ഒരു നടപടിയായിരുന്നു. ഇതുവരെ അവിടെ ആ സ്ഥലം സന്ദർശിക്കാനൊന്നും ഈ സബ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ഭരണസമിതിയിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.